കടുക്, ഉലുവ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ചുവന്നുള്ളി കഴുകി വൃത്തിയാക്കിയത്, മല്ലിയില, മീഡിയം സൈസ് സവാള ഒരു 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, നാരങ്ങ, പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉലുവ, പിന്നെ വടക്കംപുളി. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കേര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് പുരട്ടി ഒരു 10 മിനിറ്റ് വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പുറത്തകത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് മാറിക്കിട്ടാൻ സഹായിക്കും. എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ മീൻ റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആയിരിക്കും മീൻകറി വയ്ക്കാൻ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില, ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 2-3 കഷ്ണം വടക്കംപുളിയും അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്നത് നമുക്ക് ഇളക്കി കൊടുക്കണം. നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് വാടാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം പരുവായിട്ടുണ്ട്. ഇത് കൂടുതൽ ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴഞ്ഞു വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല. അത് നമുക്കൊരു 3/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് ഒരു 4 സ്പൂൺ എടുത്ത മുളക് പൊടിയാണ്. ഇത് നമുക്ക് മൊത്തം ചേർത്ത് കൊടുക്കാം.
പച്ചമണം മാറുന്ന വരെ നമ്മളിത് ചൂടാക്കണം. ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടാക്കിയ വെള്ളമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഫുള്ളിലിട്ടിട്ട് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ബാലൻസ് വെച്ചിരുന്ന വടക്കം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർക്കാം. ഇതിലേക്ക് വെച്ച് തന്നെ ചേർക്കുകയാണ്. അപ്പോൾ അത്രയും നീരൊന്നും നമുക്ക് നഷ്ടപ്പെടത്തില്ല. വെള്ളം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് തലേന്ന് ഇതിനകത്തിരുന്ന് വേവേണ്ടതാണ്. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചുകൂടി വേണ്ടി വരും. കുറച്ചുകൂടി ഉപ്പിടുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേരത്തല എടുത്ത് വയ്ക്കാം. ശരിക്കും ചൂരന് 2 ടൈപ്പുണ്ട്. കേരയും ഉണ്ട്, ചൂരയും ഉണ്ട്. അപ്പോൾ കേരത്തലയ്ക്കാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. കേരത്തല എന്നല്ല, കേര മീനാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. നമുക്ക് ഇറക്കി വയ്ക്കാം. ചാർക്ക് കുറച്ചിട്ട് മുകളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് വേണം വേവിക്കാൻ. നമുക്ക് ഈ ഒരു സൈഡ് വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേക്കാം. ഇത് കറക്റ്റായിട്ട് ഇരിക്കാത്തതുകൊണ്ട് ഞാനൊരു വെയിറ്റ് എടുത്ത് എൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വശം ഇപ്പോൾ വെന്ത് കാണും. നമുക്ക് നോക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സൈഡ് നന്നായിട്ട് വേവട്ടെ. നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിലേക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില. അപ്പോൾ ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യും. 2 മിനിറ്റ് കഴിഞ്ഞു. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും എരിവും പുളിയും എല്ലാം പാകത്തിന് തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ
കേരച്ചൂര തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇത് ഇലയിലേക്ക് മാറ്റുകയാണ്. കുറച്ച് പാടാം. നമ്മൾ കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു കൂടെ കഴിക്കാനായിട്ട്.